എന്ത് കാര്യമുണ്ടെങ്കിലും അത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കുന്നൊരു വ്യക്തി തന്നെയാണ് നടി സീമാജി നായർ. നടി മാത്രമല്ല, ഒരു സാമൂഹ്യ പ്രവർത്തക എന്നൊക്കെ തന്നെയും സീമാജി നായരെ കുറിച്ച് പറയാം. ഇത് വാർത്തകളിലൊക്കെ തന്നെയും നിറയാറുള്ള ഒന്ന് തന്നെയാണ് എന്ന് പറയണം. പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുന്ന വാർത്തകളാണ് ശരിക്കും പറഞ്ഞാൽ സീമാജി നായരുടെ ശ്രദ്ധയിലും പെടാറുള്ളത്. സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ താരത്തിനെ ആർക്കെങ്കിലും സഹായം വേണമെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ ഓടിയെത്താറുണ്ട് സീമാജി നായർ. യാതൊരു മടിയും കാണിക്കാറില്ല. അതോടൊപ്പം തന്നെ അവരോട് എല്ലാ കാര്യങ്ങളും പങ്കിടാറുമുണ്ട്. ഇപ്പോഴിതാ ഒരു നടൻ സീരിയലിനെ കുറിച്ച് പരാമർശിക്കുന്ന വാക്കുകൾക്കെതിരെയാണ് നടി പറയുന്നത്. സിനിമയിലും സീരിയലിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള താരമാണ് നടി സീമാജി നായർ. അതുകൊണ്ട് തന്നെ തൻ്റെ തൊഴിലിനെ അവഹേളിക്കുന്ന തരത്തിൽ ഇവിടെ പലരും സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാതെ പ്രതികരിച്ചിരിക്കുകയാണ് നടി സീമാജി നായർ. സീമയുടെ ആ പ്രതികരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. സീമ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ആരും കരുതിയില്ല. ആരും ആ നടനെതിരെ പറയാനോ സംസാരിക്കാനോ തുനിഞ്ഞില്ല. എന്നാൽ സീമയ്ക്ക് ഒരു ഭയവുമില്ലാതെ തന്നെ അതിനെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായി സീരിയലിന്റെ പേരിൽ കുറച്ച് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സീരിയലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന രീതിയിലാണ് പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. വേറൊരു പ്രശ്നവും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇത്രയും പ്രശ്നങ്ങളുള്ള ഈ ലോകത്ത് സീരിയൽ കാണുന്നതാണ് ഏറ്റവും വലിയ കുറ്റമെന്നും സീരിയൽ ലഹരി പോലെയാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ലഹരിയെ മാറ്റാനൊക്കെ ഇന്ന് സമൂഹം പാടുപെടുന്ന ഈ അവസ്ഥയിൽ സീരിയലാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുന്നു. സീരിയലിന്റെ പ്രേക്ഷകർ ശരിക്കും വീട്ടിലിരിക്കുന്ന അമ്മമാരാണ്. സത്യത്തിൽ മനസ്സിലാകാത്ത ചില ചോദ്യങ്ങൾ മനസ്സിൽ ചോദിച്ചു പോവുകയാണ് എന്നാണ് സീമാജി നായരുടെ വാക്കുകളിൽ പറയുന്നത്. ഇവിടെ നടക്കുന്നത് ചീഞ്ഞ രാഷ്ട്രീയ കളികളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും അത് കണ്ടതാണ്. ഇനി കാണാൻ പോകുന്നതും അതുതന്നെയാണ്. അതിലും എത്രയോ ഭേദമാണ് സീരിയൽ എന്ന് പറയാം. സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത് എന്തൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. അതിലും ഭേദമാണ് ശരിക്കും പറഞ്ഞാൽ സീരിയൽ. നമ്മുടെ കയ്യിലാണ് റിമോട്ടുള്ളത്. വേണ്ടെന്ന് തോന്നുന്നത് കാണാതിരിക്കുക. ആ സീരിയൽ മോശമാണെന്ന് തോന്നിയാൽ സീരിയലിനെ കാണാതിരിക്കുക. സീരിയലിനോടെ താല്പര്യമില്ലെങ്കിൽ ശരി, കാണാതിരിക്കുക. അല്ലാതെ സീരിയൽ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള പ്രേക്ഷകരെയും അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്നവരെയും സീരിയലിനെയും ഒക്കെ കുറ്റം പറയുന്നത് എന്തിനാണ്? അതൊരു തൊഴിലാണ്. എല്ലാം ഒരു തൊഴിൽ തന്നെയാണ്. അത് മാത്രമല്ല, 10നും 25നും മധ്യേയുള്ള 90% ആളുകളും ഇത് കാണാറില്ല. അവർക്ക് ക്രിക്കറ്റും ഫുട്ബോളും കൊറിയൻ ചാനലും കൊറിയൻ പടങ്ങളും ഇംഗ്ലീഷ് ചാനലും ഇംഗ്ലീഷ് പടങ്ങളും ഒക്കെയുണ്ട്. പല വീടുകളിലും ചെല്ലുമ്പോഴും പ്രായം ചെന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മക്കളും മരുമക്കളും കൊച്ചുമക്കളും പോയാൽ കൂട്ട് ഈ സീരിയലൊക്കെയാണെന്ന്. അവരുടെ ഏകാന്തതയിൽ കൂട്ട്. പിന്നെ കുട്ടികൾ ചീത്തയായി പോകുന്നെങ്കിൽ ആദ്യം മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കണം. ഇതാണ് പറയാനുള്ളത്. അധികാരം കയ്യിൽ കിട്ടുമ്പോൾ പഴിചാരുന്ന ചില കൂട്ടരുണ്ട്. ഞാനത് മുകളിൽ പറഞ്ഞ കൂടെ കാര്യങ്ങൾ കേരളത്തിൽ നിരോധിക്കാൻ പറ്റുമോ? ആദ്യം അത് നടക്കട്ടെ. വളരെയധികം ചടുലതയോടെ തന്നെയാണ് സീമാജി നായർ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. പലരും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവരുടെയൊക്കെ ഇമേജ് ഭയന്നിട്ടായിരിക്കാം അവർ പറയാത്തത്. ഒരു പ്രശസ്തനായ നടൻ ഇത്തരത്തിൽ പ്രതികരണം നടത്തുമ്പോൾ, അതും സീരിയലിനെതിരെ തുറന്നടിച്ച് തന്നെ പ്രതികരണം നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും മറ്റുള്ളവർ പ്രതികരിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടാകാം അവരെന്നും അതുകൊണ്ടായിരിക്കാം പ്രതികരിക്കാത്തതെന്നുമാണ് പറയുന്നത്. ഇപ്പോൾ നിരവധി പേർ പറയുന്നത് സീമാജി നായർ പറഞ്ഞത് ശരി എന്ന് തന്നെയാണ്. സീമയുടെ വാക്കുകൾ ഞങ്ങളും ശരിവെക്കുന്നു. സീമ പറഞ്ഞത് ശരിക്കും യാഥാർത്ഥ്യത്തിലെ സംഭവം തന്നെയാണ്. അതിനൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. സീമ ആരും പറയാത്ത ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.